നേതാവ് അല്പസമയത്തിനകം എത്തും. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ അത് പറഞ്ഞിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു പോയ പ്രതിഷേധ മാർച്ചാണ്. അതാണ് ഈ ഒരു മണിക്കൂറിലേറെ വലിയ തെരുവ് യുദ്ധത്തിന് സമാനമായ രീതിയിൽ മാറിയത്. ഇപ്പോൾ കന്റോൺമെന്റ് ഹൗസിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വീണ്ടും വരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. വനിതാ പ്രവർത്തകരെ വനിതാ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ ചില പുരുഷ പോലീസുകാർ കയ്യേറ്റം ചെയ്തു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം. ചില പോലീസുകാർക്ക് പരിക്ക് പറ്റിയത് സംബന്ധിച്ച് ചോദിച്ചപ്പോൾ, അവർ ചോരയൊലിപ്പിച്ച് നിന്ന കാഴ്ച സംബന്ധിച്ച് ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് വനിതാ പോലീസിനെ കൈവച്ച പുരുഷ പോലീസുകാരുടെ ദേഹത്ത് നിന്ന് ചോര പൊടിയുന്നതും സ്വാഭാവികം, അതങ്ങനെ പൊടിയുക തന്നെ ചെയ്യും. അതായത് രണ്ടും കൽപ്പിച്ച് യൂത്ത് കോൺഗ്രസ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അടിക്ക് തിരിച്ചടി എന്നുള്ള അവരുടെ പ്രഖ്യാപിത മുദ്രാവാക്യം അത് നടപ്പാക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ആവർത്തിച്ച് പറയുന്ന ഒരു കാഴ്ചയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ മറ്റു ചില പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് മാറ്റാനുള്ള നീക്കത്തെയും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതിരോധിക്കുകയാണ്. ചില പ്രവർത്തകർക്ക്, അതായത് ഈ സെക്രട്ടേറിയറ്റിന്റെ സമരഗേറ്റിന് മുൻപിലുള്ള ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് ചില പ്രവർത്തകർ ഓടിക്കയറി. അവർക്ക് പുറത്തിറങ്ങാനാകാത്ത വിധം പോലീസ് അവിടെ വലയം തീർത്ത് അവരെ തടഞ്ഞു വെച്ചിരിക്കുന്നു. അവരെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകാനുള്ളൊരു ശ്രമമാണ് പോലീസ് നടത്തുന്നത്. ഇപ്പോൾ അവിടേക്ക് പ്രതിഷേധം മാറ്റുകയാണ്. പോലീസിനെ അവിടെ നിന്ന് നീക്കുക എന്നുള്ളതാണ്. അതായത് പോലീസ് ലാത്തി വീശിയപ്പോൾ 4 ഭാഗത്തേക്കും ഓടിയ പ്രവർത്തകരിൽ പലരും, അതിൽ ചില ഇടറോഡുകൾ കേന്ദ്രീകരിച്ച് മാറിയിരുന്നു, മറ്റു ചില പോക്കറ്റുകളിലേക്ക് മാറിയിരുന്നു. അവരെ പോലീസിന് വിട്ടുകൊടുക്കാതെ സുരക്ഷിതരായി തിരിച്ച് മടക്കിവിടാനുള്ള ശ്രമമാണ് അവർ നേതൃത്വം നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. ഇപ്പോൾ ആ ഭാഗത്ത് പോലീസുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തുന്ന സംസാരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണുകയും ചെയ്യാം. ഏതായിരുന്നാലും ഇപ്പോഴും മണിക്കൂറുകളായി സെക്രട്ടേറിയറ്റ് പരിസരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ച് അത് സംഘർഷഭരിതമായി തന്നെ തുടരുകയാണ്. പൂർണ്ണമായും അതിനൊരു ശമനം വന്നിട്ടില്ല. പോലീസും പ്രവർത്തകരും തമ്മിൽ പലവട്ടം മുഖാമുഖം ഏറ്റുമുട്ടുന്ന, വാക്കേറ്റത്തിലേക്ക് പോകുന്ന, കയ്യാങ്കളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചില പ്രവർത്തകർക്ക് പരിക്കപ്പെട്ടുന്നു, നിരവധി പോലീസുകാർക്ക് പരിക്കപ്പെട്ടുന്നു. ഇതുവരെയും നിരവധി സമര പരിപാടികൾ കണ്ട സെക്രട്ടേറിയറ്റ് പരിസരം, ഭരണസിരാ കേന്ദ്രം, ഇതുവരെ കാണാത്ത ഒരു പോലീസിനെയും ഇതുവരെ കാണാത്ത യൂത്ത് കോൺഗ്രസിന്റെ സമര രീതിയുമാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രകടമായത്. പ്രതിഷേധം കാഴ്ചവെക്കാൻ കഴിയുന്ന യൂത്ത് കോൺഗ്രസിന് സമാനതകളില്ലാത്ത ഒരു സംയമനം കാണിക്കുന്നു പോലീസ്. എന്തായാലും വലിയ പ്രകോപനം, പോലീസിന്റെ ലാത്തി വാങ്ങി പോലീസിന്റെ ഷീൽഡ് വാങ്ങി പൊട്ടിക്കൽ തുടങ്ങിയ പരിപാടി ഉണ്ടായിട്ടും ഒന്നും ലാത്തി ചാർജിലേക്ക് പോയില്ല പോലീസ്. എത്ര നേരം സമയം തുടരുമെന്നറിയില്ല. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലീസ് ലാത്തി വീശിയപ്പോൾ ചിതറിയോടിയ പ്രവർത്തകർ ഈ കെട്ടിടങ്ങളുടെ മുകളിലേക്ക് വന്നിരുന്നു. അവരെ പിടിക്കാൻ പോലീസ് അങ്ങോട്ടേക്ക് പോയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം അങ്ങോട്ടേക്ക് പോയി ആ പ്രവർത്തകരെ പോലീസിൽ നിന്ന് മോചിപ്പിച്ച് തിരിച്ചുകൊണ്ടിരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ലാത്ത വിധം ഒരു വലിയ സമരം സെക്രട്ടറിയുടെ മുന്നിൽ കാഴ്ചവെക്കാൻ യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞുവെന്ന് പറയൂ സലീം അമീൻ ഹാഷ്മി, പോലീസ് ലാത്തി വീശിയപ്പോൾ ചിതറിയോടിയ പ്രവർത്തകരല്ല, നേരത്തെ പോലീസ് വാഹനത്തിന്റെ ചില്ലടിച്ച് തകർത്തിരുന്നു. നമ്മൾ കണ്ടതാണ് ഒരു ബസ്സിന്റെ ചില്ലടിച്ച് തകർത്ത 2 പ്രവർത്തകരെ പോലീസ് ട്രേസ് ചെയ്യുകയായിരുന്നു. പോലീസ് വാനിന്റെ ചില്ല് തകർത്ത 2 പ്രവർത്തകരാണ് അവിടെ ഉള്ളത് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ 2 പ്രവർത്തകർ അവിടെ കയറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയിരിക്കുന്നതും. അവിടെയും ഒരു സംഘർഷാന്തരീക്ഷം ഒരുപക്ഷെ രൂപപ്പെട്ടേക്കാം. വലിയ പ്രവർത്തകർ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളുണ്ട്, പോലീസിന്റെ ഉദ്യോഗസ്ഥരും അവിടെ തമ്പടിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ സമരം, ഈ പ്രതിഷേധം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. കാരണം വരും ദിവസങ്ങളിലും കോൺഗ്രസിന്റെയും പോഷക സംഘടനകളുടെയും ഈ പ്രതിഷേധം അതിനിയും തുടരുമെന്ന് അവർ അറിയിച്ച ഒരു സാഹചര്യത്തിൽ നാളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തുകയാണ്. രാവിലെ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പോയ പ്രതിഷേധ മാർച്ചാണ്. അടിക്ക് തിരിച്ചടി കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു പോയ ഒരു പ്രതിഷേധ സമരം. ഒരു കടലാസ് പോലും പോലീസിന് നേരെയും മറ്റും എടുത്തെറിയരുത് എന്ന് നേരത്തെ പ്രവർത്തകരോട് ആഹ്വാനം ചെയ്ത വി ഡി സതീശൻ അത് തിരുത്തി പറഞ്ഞിട്ട് പോയ ഒരു പ്രതിഷേധ മാർച്ച്. അവിടെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത്. വി ഡി സതീശൻ ഇപ്പോൾ നേരത്തെ പ്രവർത്തകരെ തടഞ്ഞുവെച്ച ഭാഗത്തേക്ക് അദ്ദേഹം പോവുകയാണ്. സംസ്ഥാന നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ഇപ്പോൾ അവിടെയാണുള്ളത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും അവിടേക്ക് പോവുകയാണ്. പോലീസ് വാനിന്റെ, പോലീസ് ബസിന്റെ ചില്ലടിച്ചു തകർത്ത 2 പ്രവർത്തകരാണ് അവിടെ ഉള്ളതെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. ആ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് ശ്രമിച്ചത്. അത് തടയാനാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ശ്രമിക്കുന്നതും അവിടെ തമ്പടിച്ചിരിക്കുന്നതും. ഏതായിരുന്നാലും ആ പ്രവർത്തകർക്കിടയിലേക്ക്, അല്ലെങ്കിൽ ആ പോലീസുകാർക്കിടയിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പോയിരിക്കുന്നത്.
ഇപ്പോൾ വി.ഡി. സതീശൻ കൂടി അവിടേക്ക് പോവുകയാണ്. സ്വാഭാവികമായും പോലീസുമായി സംസാരിച്ച പ്രവർത്തകരെ ഇറക്കി വിടാൻ, അവരെ കസ്റ്റഡിയിലെടുക്കാതെ അവർക്കെതിരെ ഒരു നടപടിയിലേക്ക് പോകാതെ ഇറക്കി വിടാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ശ്രമിക്കുന്നത്. നേരത്തെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകരെ ഒക്കെ തന്നെ അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മോചിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു അസാധാരണമായ കാഴ്ച കൂടി സെക്രട്ടേറിയറ്റ് പരിസരത്ത് കണ്ടിരുന്നു. പോലീസ് വാഹനത്തിനകത്തിട്ട് പൂട്ടിയ പ്രവർത്തകനെ ആ പോലീസ് വാനിന്റെ വിൻഡോ തുറന്ന്, ജനൽ തുറന്ന് അതിനകത്തൂടെ വലിച്ചെടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ ലാത്തിയും ഷീൽഡും പിടിച്ചു വാങ്ങി അവർക്കെതിരെ തന്നെ അത് പ്രയോഗിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ അനവധി സമര പരിപാടികൾ കണ്ടിട്ടുള്ള സെക്രട്ടേറിയറ്റ് പരിസരം സമാനതകളില്ലാത്തൊരു പ്രതിഷേധ പരിപാടി, ഇത്രമേൽ വലിയ പ്രകോപനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും സംയമനം പാലിച്ചു നിൽക്കുന്ന പോലീസിന്റെ ലാത്തി പോകുന്നു, പോലീസിന്റെ ഷീൽഡ് തകർക്കുന്നു, പോലീസിന്റെ പല്ല് പോകുന്നു, അവർക്ക് ചോരയൊലിപ്പിച്ച് നിൽക്കേണ്ട സാഹചര്യം വരുന്നു. എന്നിട്ടും ഇത്രമേൽ സംയമനം പാലിച്ച പോലീസിനെയും നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. അങ്ങനെ ചിരപരിചിതമല്ലാത്ത യൂത്ത് കോൺഗ്രസിന്റെ സമരരീതിയും സംസ്ഥാനത്തിന്റെ പോലീസിന്റെ ഒരു സമീപനവുമാണ് ഇന്ന് കഴിഞ്ഞ 1.5 മണിക്കൂറായി ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും ഇതുപോലെയോ അല്ലെങ്കിൽ ഇതിനേക്കാൾ രൂക്ഷമായതോ ആയ സമര പരിപാടികളാണ് കോൺഗ്രസും പോഷക സംഘടനകളും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. KSUവിന്റെ നേതൃത്വത്തിൽ നാളെ DGP ഓഫീസിലേക്ക് മാർച്ചുണ്ട്. എന്ന് മാത്രമല്ല, നവകേരള സദസ്സ് സമാപിക്കുന്ന ഡിസംബർ 23-ന് KPCCയുടെ നേതൃത്വത്തിൽ DGP ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുണ്ട്. കോൺഗ്രസിന്റെ മുഴുവൻ മുതിർന്ന നേതാക്കളും ആ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ വലിയ തരത്തിലുള്ള സമരപരിപാടികൾ ഇനിയുള്ള ദിവസങ്ങളിലും കോൺഗ്രസ് നേതൃത്വം, പോഷക സംഘടനാ നേതാക്കൾ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതു രീതിയിലായിരിക്കും ഈ സമരപരിപാടികൾ ഇനി മുന്നോട്ട് പോവുക എന്നുള്ളത് ഒരു ചോദ്യത്തിന് തന്നെയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഇവിടെ എത്തി പോലീസുമായും നേതാക്കളുമായും ഒക്കെ സംസാരിക്കുന്നു. പ്രവർത്തകരെയും നേതാക്കളെയും ഒക്കെ അവരെയൊക്കെ ഒരു സമയം ശാന്തരാക്കി ഈ രംഗം ശാന്തമാക്കാനുള്ള ഇടപെടൽ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് നടത്തിയേക്കും.